ഇന്ന് ജൂൺ 26, ലോക ലഹരി വിരുദ്ധ ദിനം. മുൻപെങ്ങുമില്ലാത്ത പ്രസക്തി ഇന്ന് ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ നമുക്ക് നഷ്ടപ്പെടാം. നമ്മുടെ പുതുതലമുറ എന്തുകൊണ്ട് ലഹരിക്ക് പിന്നാലെ പോകുന്നു? അവരെ എങ്ങനെ നമുക്ക് ഈ അടിമത്തത്തിൽ നിന്നും വിടുവിക്കാം? ലഹരിയുടെ ചതിക്കുഴിയിൽ പെടാതെ എങ്ങനെ നമ്മെ തന്നെ സൂക്ഷിക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ വിദഗ്ധർ ഈ വെബിനാറിൽ നൽകുന്നു. നമസ്കാരം, എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്ര ക്ലിയർ അല്ല. ഞാൻ എത്രയും പറ്റുന്നോ അത്രയും ക്ലിയറായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഞങ്ങൾ അഭയം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുക. അഭയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പലർക്കും അറിയായിരിക്കും. എന്നാൽ സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാനുള്ളൊരു ഓർഗനൈസേഷനാണ് അഭയം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട്. അതിലൊരു 600 ആൾക്കാരോളം നല്ല രീതിയിൽ തിരിച്ചു പോയി ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥാപനം നടത്താനുള്ളൊരു അവകാശം എനിക്ക് കിട്ടിയതിൽ ഞാൻ നന്ദിയും എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചപ്പം ഒരു 30 വർഷത്തിന് മുമ്പേ ഞാൻ പല ലഹരി വസ്തുക്കളുടെ അടിമയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ഒരു നല്ല സ്കൂളിൽ പഠിച്ചതാണ്, നല്ലൊരു കുടുംബത്തിൽ നിന്നാണ്, നല്ല രീതിയിൽ വളർന്നു വന്ന ആണെങ്കിലും ഞാൻ ഹൈസ്കൂളിലായിരുന്നപ്പം ആദ്യമായിട്ട് സിഗരറ്റ് വലിച്ചു തുടങ്ങി. സിഗരറ്റിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയി കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതിന് മാറി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവസാനം കുത്തിവെക്കുന്ന രീതിയിലുള്ള ലഹരി മരുന്നുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പലവിധ പോലീസ് കേസുകളും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടുന്ന് എന്നെ ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അവസാനം ഫുട്പാത്തിലായിരുന്നു. ഫുട്പാത്തിൽ നിന്നാണ് എൻ്റെ ജീവിതം മാറി വ്യത്യാസമായി. ഞാൻ അവിടെ നിന്നാണ് ഒരു രാത്രി കൊണ്ട് എൻ്റെ ജീവിതം മാറിയത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അങ്ങനെ മാറിയോണ്ടാണ് എനിക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യണമെന്നുള്ളൊരു വിഷൻ വന്നത്. അങ്ങനെ കഴിഞ്ഞ 25 വർഷത്തോളം ഈ ഒരു വർക്കിൽ ഞാൻ ഇൻവോൾവ് ആണ്. പല രീതിയിൽ പല ഇടത്തിലും ഞാൻ കൽക്കട്ടയിൽ കുറേ വർഷം ജോലി ചെയ്തു. വെളിയിലും ഹോങ്കോങ്ങിൽ കുറച്ച് നാൾ. അത് തിരിച്ചു വന്ന് ബാംഗ്ലൂരിൽ ഞാൻ ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ പല കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് നമ്മളിൽ പലരും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്ത് അതിനടിമയാകുന്ന ആൾക്കാരെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടാൻ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലെ ലാഭം ഭയങ്കര അധികമാണ്. അങ്ങനെ ലാഭം ഉള്ളതുകൊണ്ട് ഈ ഒരു കച്ചവടം നടന്നുകൊണ്ടേയിരിക്കും. ഇതിനുള്ള കസ്റ്റമേഴ്സ് ഇപ്പം സ്കൂൾ പിള്ളേരാണ്. സ്കൂൾ ലെവലിൽ 4ലും 5ലും 6ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് അവർ ടാർഗറ്റ് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലായിട്ട് ഈ വസ്തുക്കളിന് അടിമകളാവുന്നുണ്ട്. കോളേജിലൊക്കെ വരുമ്പോഴത്തേന്
ഒരു അവയർനെസ് പ്രോഗ്രാം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. കാരണം അപ്പോഴത്തേക്ക് അവരങ്ങ് ശരിക്കും ഒരു അടിമയായിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. സ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, പല നാട്ടിൽ പോയി ദൂരെ പോയി പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെടുമ്പം അവരത് പെട്ടെന്ന് അതിന് അടിമയാവും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്ന് പറയും. അതായത് നമ്മുടെ യുവനസ്ഥർ പലരും ഇങ്ങനെ പാർട്ടിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ പോകുമ്പം അവർ കുടിക്കത്തില്ല, അവർ ലഹരി പദാർത്ഥത്തിൽ ഒന്നും ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു രീതിയിലിരിക്കുമ്പം അവരുടെ കയ്യിലൊരു ജ്യൂസ് ഉണ്ടാവും. ആ ജ്യൂസിൽ ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു സാധനം ഇടും. അതിന് കളറില്ല, ഒരു മണമില്ല, ഒരു നിറമില്ല, ഇങ്ങനത്തെ ഒരു സാധനമാണത്. അത് ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പം അത് തന്നെ പിന്നെയും പിന്നെയും വേണമെന്നുള്ളൊരു അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ സാധനം. അങ്ങനത്തെ ഉള്ളൊരു ഒരു ഡ്രഗ് ഇപ്പം ഒത്തിരി കോമൺ ആണ്, സ്പെഷ്യലി സിറ്റീസിൽ. ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ ഉള്ള സ്ഥലമോ എറണാകുളമോ ട്രിവാൻഡ്രമോ ഇപ്പോൾ പൂനെയോ കൊച്ചിനോ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇത് വളരെ കോമൺ ആണ്. സോ കോളേജിൽ പഠിക്കുന്ന പിള്ളേരോട് വളരെ കെയർഫുള്ളായിരിക്കാൻ പറയണം. അവർ പാർട്ടിക്ക് പോകുമ്പം അവരുടെ ജ്യൂസ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്, പിന്നെ വരുമ്പോൾ അത് എടുക്കുമ്പം അതിനെന്തേലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ അത് തുടരുത് എന്നുള്ള രീതിയിൽ. ഇതെല്ലാം കൂടാതെ പലർക്കും ഇതിനെ ഒന്ന് ട്രൈ ചെയ്യാം, ഒന്ന് തുടങ്ങിയാൽ കൊള്ളാം, ഇത് കൂളായിരിക്കുമല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാരണത്താലും തുടങ്ങരുത്. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. ഞാൻ ഓൾമോസ്റ്റ് ചത്തുപോയതാണ്. വളരെ അത്ഭുതമായ രീതിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ തിരിച്ചു വന്നു. ഇന്ന് എനിക്കൊരു നല്ല ജീവിതമുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടുകാർ തന്നെ പലരും മരിച്ചു പോയിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ കാരണം. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത് എന്നുള്ള രീതി കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഈ ലഹരി വസ്തുക്കൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഈ കച്ചവടത്തിന് നല്ല ലാഭം ഉള്ളതുകൊണ്ട് അവരെങ്ങനെയും നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്യും. നിങ്ങളതിന് പെട്ടെന്ന് അടിമയാവുകയും ചെയ്യും. കഴിയുന്നത്രയും അത് എടുക്കാതിരിക്കാൻ നോക്കാം. എന്നോട് ഒരു ചോദ്യം പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നത് എന്ന്. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അഡിക്റ്റീവ് ബിഹേവിയറും കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളെല്ലാവരും. എന്നാൽ നല്ല അഡിക്ഷൻസ് ഉണ്ട്, നല്ല അല്ലാത്ത, ഇപ്പോൾ നമ്മൾ ഈ ലഹരി പോലുള്ള നല്ല അല്ലാത്ത അഡിക്ഷൻസും ഉണ്ട്. ഇപ്പോൾ നല്ല അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കാണെങ്കിൽ സ്പോർട്സാണ് നല്ലൊരു അഡിക്ഷൻ. ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെ ഫുട്ബോൾ പ്രൊഫഷണലായിട്ട് കളിക്കുമായിരുന്നു. ഞാൻ ബൈക്കിംഗ് ചെയ്യും, പല അഡ്വഞ്ചറിന് പോകും. എൻ്റെ പിള്ളേർ പല രീതിയിലുള്ള മ്യൂസിക്കും ഫുട്ബോളും പല രീതിയിലുള്ള, ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ കമ്പൽസറി ആയിട്ട് എല്ലാവരും സ്പോർട്സും മ്യൂസിക്കും. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ, ഈ അഡിക്റ്റീവ് ബിഹേവിയറിന് ഈ നല്ല അല്ലാത്ത അഡിക്ഷനിൽ നിന്ന് നല്ല അഡിക്ഷനിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള അഡിക്ഷൻസ് ഇല്ലെങ്കിൽ അത് തേടി കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലതല്ലാത്തതെല്ലാം മാറ്റിവെച്ച് ഒരു നല്ല ജീവിതം നയിക്കണം. മുന്നോട്ട് പലർക്കും സഹായവും പലർക്കും ആശീർവാദവും സന്തോഷവുമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയ വ്യക്തിയായിരുന്നു സിദ്ധാർത്ഥ്. ലഹരിയുടെ ഉപയോഗം ക്രമേണ വർദ്ധിച്ച് സിദ്ധാർത്ഥിൻ്റെ ജോലിയെയും കുടുംബത്തെയും നശിപ്പിക്കും എന്ന നിലയിലെത്തി. ഇന്ത്യയിലെ ഒരു പ്രധാന നഗരത്തിൽ ജീവിച്ചിരുന്ന സിദ്ധാർത്ഥ് ലഹരിയുടെ ലഭ്യതയില്ലാത്ത ഒരു വിദേശ രാജ്യത്ത് ജോലി തേടിപ്പോയി. ലഹരിയിൽ നിന്നും പൂർണ്ണ വിമുക്തി നേടുകയായിരുന്നു തൻ്റെ ഉദ്ദേശം. 2 വർഷക്കാലം ലഹരി ഉപയോഗിക്കാതെ വിദേശത്ത് ജീവിച്ച സിദ്ധാർത്ഥ് അവസാനം തൻ്റെ ഭാര്യയെയും മകനെയും കാണുവാൻ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. എയർപോർട്ടിൽ വന്നിറങ്ങിയ സിദ്ധാർത്ഥ് ഒരു ടാക്സിയിൽ കയറി. എന്നാൽ തൻ്റെ വീട്ടിലേക്കുള്ള അഡ്രസ് പറയുന്നതിന് പകരം സിദ്ധാർത്ഥ് ടാക്സിക്കാരനോട് തനിക്ക് ലഹരി വസ്തുക്കൾ ലഭിക്കുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് പറഞ്ഞത്. ഇതൊരു നടന്ന സംഭവമാണ്. ലഹരിയുടെ പിടിയിൽ നിന്നും
അത്ര എളുപ്പമൊന്നും രക്ഷ നേടാൻ കഴിയില്ല എന്ന് നമ്മെ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ലഹരിയുടെ ചങ്ങലകൾ മുറുകും മുമ്പേ നമുക്ക് രക്ഷപ്പെടണം. ഇന്ന് ജൂൺ 26, ലോക ലഹരി വിരുദ്ധ ദിനം. സമൂഹത്തിൽ വ്യാപകമായി ലഹരിക്കെതിരെ ഒരു പ്രതിരോധവും അവബോധവും ഉളവാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ഭാരതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ്. മനുഷ്യ വിഭവശേഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇതിൽ അസൂയ കൂടിയ രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ യുവജനങ്ങളെ ലഹരിയുടെ വലയിൽ കുടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുക നമ്മുടെ ചുമതലയാണ്. ഭാവിയുടെ ഭാഗധേയങ്ങളായ നമ്മുടെ യുവജനങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, അവരെ ഭാവി നാം തുലയ്ക്കാതിരിക്കണമെന്ന് കരുതലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ലഹരിക്കെതിരെ നാം പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ അണുബോംബ് പോലെയോ ക്യാൻസറിനേക്കാളുമോ അപകടകാരിയായ സാമൂഹ്യ വിപത്താണ് ലഹരി. അതിൻ്റെ ഉപയോഗത്തിനെതിരെ സമഗ്രമായ ഒരു പടപ്പുറപ്പാട് സമൂഹം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ജനകീയ പ്രതിരോധത്തിൽ നിങ്ങൾക്കും പടചേരാം, അണിചേരാം. യുവത്വം ജിജ്ഞാസയുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ്. ലഹരി ഇന്ന് കയ്യെത്തും ദൂരത്ത് കുട്ടികൾക്ക് ലഭ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് ജിജ്ഞാസയോടെ പരീക്ഷിക്കുവാനും അതെന്താണെന്ന് അറിയാനുമുള്ള കൊതി യുവജനങ്ങളിൽ കൂടി വരുന്നു. അതുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം വളരെ വ്യാപകമായി വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് രാസലഹരിയുടെ ഉപയോഗം. ആൺകുട്ടികളെ പോലെ ഞങ്ങളുമാകണമെന്ന് പെൺകുട്ടികളുടെ ഒരു വികാരം ഇപ്പോൾ നാം കാണുന്നുണ്ട്. അവരെ നല്ല പ്രവൃത്തികളെ അനുകരിക്കുന്നതിനോടൊപ്പം അവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും അവരോടൊപ്പം ചെയ്യുവാൻ ഇന്ന് പെൺകുട്ടികൾ തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പെൺകുട്ടികളുടെ ഇടയിലും ലഹരി ഉപയോഗം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഏത് വസ്തുവിൻ്റെയും ലഭ്യത കൂടുമ്പോൾ ഉപയോഗവും വർദ്ധിക്കും. ഇന്നാളുകളിൽ ലഹരി കയ്യെത്തും ദൂരത്ത് എത്തുന്നു. ഇത് ഉപയോഗിക്കുവാൻ യുവജനങ്ങൾ കൂടുതൽ പ്രലോഭിതരാകുന്നു. നിരോധിതമായ ലഹരി പദാർത്ഥങ്ങളെ നിയന്ത്രിക്കുവാൻ ഗവൺമെൻറ് നല്ലപോലെ പണിപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ് പ്രതിരോധ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ലഹരിയുടെ നിയന്ത്രണത്തിനാണ്. എങ്കിൽ പോലും അവരതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നിരോധിതമായ ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയാൻ പറ്റില്ല. ഇവിടെ ഒരു ജനകീയ പ്രതിരോധം ആവശ്യമുണ്ട്. ഇവിടെ നാം എല്ലാവരും ആ ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ നല്ല നടപടികൾ വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് പറ്റും. കൗമാരത്തിൽ സമപ്രായക്കാരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവരൊരു അംഗീകാരവും ശ്രദ്ധയും പിടിച്ചു പറ്റുവാനും എല്ലാ കൗമാരക്കാരും ആഗ്രഹിക്കും. എന്നാൽ കൗമാരക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടുകയും ലഹരി പാർട്ടികളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടും വരും. പലപ്പോഴും അവരെ മുമ്പിൽ അവരിലൊരാളായി അംഗീകരിക്കപ്പെടുവാൻ നമുക്കിഷ്ടമില്ലെങ്കിലും പലപ്പോഴും അതിൻ്റെ പങ്കാളികളായി തീരാൻ പലരും പ്രേരിതരായിത്തീരുന്നു. ഇതുകൊണ്ട് വളരെ ശക്തമായി നാം ശ്രദ്ധിക്കണം. ഓരോ വർഷം കഴിയും തോറും യുവജനങ്ങളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിൻ്റെ പ്രായം കുറഞ്ഞു വരികയാണ്. 10 വർഷം മുമ്പേ അത് ഏകദേശം 17 വയസ്സാണെങ്കിൽ ഇപ്പോൾ 10-ഉം 14-നും ഇടയ്ക്കുള്ള പ്രായമാണ് ഏറ്റവും കൂടുതൽ ആദ്യ ഉപയോഗത്തിനുള്ള സാധ്യത. ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം.
ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും അവരുടെ അംഗീകാരത്തിന് വേണ്ടി അവരുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റായ കാര്യങ്ങളിൽ അവരോടൊപ്പം അണിചേരുന്നതിലല്ല നമ്മുടെ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടത്, മറിച്ച് നമ്മുടെ വ്യതിരിക്തതയും വ്യക്തിത്വവും മാറി നിന്ന് അതിൽ അണിചേരാതെ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിലാണ് നാം അഭിമാനം കൊള്ളേണ്ടത്. അങ്ങനെ സ്വയം വർജിച്ച് ലഹരിയുടെ മാരകമായ അപകടത്തിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കുന്നവനാണ് മിടുക്കനായിട്ടുള്ളവൻ, അഭിമാനിക്കാവുന്നവൻ. ആ നിലയിൽ നമ്മൾ കൗമാരക്കാരോട് അനുരൂപണവും അനുകരണവും ചെയ്യുമ്പോഴും തെറ്റായ കാര്യങ്ങൾ അവരോട് അനുരൂപപ്പെടാതിരിക്കാനും അനുകരിക്കാതിരിക്കുവാനും ഉള്ള പ്രാഗൽഭ്യം നാം തെളിയിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു സന്ദേശങ്ങളും ഒരു മാധ്യമങ്ങളും പ്രചരിപ്പിക്കാതിരിക്കാനുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. എങ്കിലും പലപ്പോഴും ഇൻഡയറക്റ്റായിട്ട് ഇത്തരം സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ലഹരി താൽക്കാലികമായ ചില നേട്ടങ്ങൾ തരുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ ദൂരവ്യാപകമായ നാശങ്ങളും നഷ്ടങ്ങളും വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണം നടത്തുവാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ലഹരിയെ വാഴ്ത്തിപ്പാടുന്ന യാതൊരു സന്ദേശങ്ങളും പ്രചരിപ്പിക്കാതിരിക്കുകയും ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകളും സന്ദേശങ്ങളും സമൂഹത്തിൽ വ്യാപരിക്കുവാൻ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് ചെയ്യുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. അതും ഒരു ജനകീയ പ്രതിരോധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായം കുറഞ്ഞവർ ലഹരി ഉപയോഗിക്കും തോറും അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ കൂടുതൽ വ്യാപകമാണ്. കാരണം കൗമാരത്തിലും യുവത്വത്തിലുമാണല്ലോ ഒരു വ്യക്തിയുടെ വികസനം സംഭവിക്കുന്നത്. അയാളുടെ സമഗ്രമായ വികസനത്തെ ലഹരി ഉപയോഗം ബാധിക്കും. ശാരീരികമായ വികസനത്തെ ബാധിക്കും, ബൗദ്ധികമായ വികസനത്തെ ബാധിക്കും, വൈകാരികമായ വികസനത്തെ ബാധിക്കും, സാമൂഹ്യമായ വികസനത്തെ ബാധിക്കും, ആധ്യാത്മിക വികസനത്തെയും ധാർമ്മിക വികസനത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് വളരെ ശക്തമായ വ്യക്തിത്വ വൈകല്യങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് പിന്നീട് അവർ ലഹരി ഉപയോഗം നിർത്തിയാലും അവർക്ക് അത് പരിഹരിച്ചെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏർലിയായിട്ട് ലഹരി ഉപയോഗത്തിൽ വീഴുന്നവർക്കുണ്ടാകുന്ന അപകടങ്ങളും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വളരെ വിപുലമാണ്. അത് പലപ്പോഴും തിരുത്തിയെടുക്കാൻ കഴിയാത്തതാണ്. ഇത് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഈ മെസ്സേജ് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ലഹരി വസ്തുക്കൾ കൊണ്ടും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും മലീനസമാക്കിയില്ലെന്നും മാത്രമല്ല ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിൽ ഞാനൊരു പങ്ക് പറ്റിയില്ലെന്നും ഓരോ വ്യക്തിയും സ്വയം പ്രതിരോധക്കോട്ട തീർക്കുകയാണെങ്കിൽ ലഹരിക്കെതിരെ അതൊരു വലിയ പ്രതിരോധമാകും. ആ നിലയിൽ നമുക്ക് ഈ ദിനാചരണത്തോടനുബന്ധിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. 21-ാം നൂറ്റാണ്ട് പിരിമുറുക്കത്തിൻ്റെയും മത്സരത്തിൻ്റെയും കാലഘട്ടമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും സമ്മർദ്ദം ഏറി വരികയാണ്. സമ്മർദ്ദത്തെ നേരിടുവാൻ നാം സജ്ജരായാലേ പറ്റൂ. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ സംരക്ഷണം ചെയ്ത് കവചം തീർത്ത് പിരിമുറുക്കത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പലപ്പോഴും അവരെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ സജ്ജരാക്കുന്നതിന് പകരം പലപ്പോഴും ബലഹീനരാക്കുകയാണ് പതിവ്. ഇങ്ങനെ അവഗണിക്കപ്പെട്ടവരും അമിത സംരക്ഷണം ലഭിച്ച കുട്ടികൾ പലപ്പോഴും ജീവിത പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി ലഹരിയുടെ കൂട്ടുപിടിക്കുകയും അവരെ ഒരിക്കലും വിജയത്തിലേക്കല്ല, ജീവിതത്തിലെ ശാശ്വതമായ പരാജയത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നിബന്ധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വികാരങ്ങളെയും ആശാഭംഗങ്ങളെയും സംഘർഷങ്ങളെയും നേരിടാൻ നാം പഠിച്ചേ പറ്റൂ. അതിനുള്ള ജീവിത നൈപുണ്യം നാം നേടേണ്ടതുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ
ഈ ജീവിത നൈപുണ്യം നേടാൻ സഹായിക്കേണ്ടതുമുണ്ട്. അതിനു പകരം അവരെ സംരക്ഷിച്ചാൽ അവർ അപ്രാപ്തരായിട്ട് മാറും. തീർച്ചയായിട്ടും ലഹരി വസ്തുക്കൾ ഒരു പ്രശ്നവും പരിഹരിക്കാൻ നമ്മളെ സഹായിക്കില്ല. മറിച്ച് ആ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാത്ത തീരാക്കയത്തിലേക്ക് നമ്മളെ തള്ളിവിടും. ലഹരി ഒന്നിനും പരിഹാരമല്ല. അത് ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ്. അത് ഒളിച്ചോട്ടം ഭീരുവിൻ്റെ ലക്ഷണമാണ്. നാം ഒരിക്കലും ഭീരുക്കളാകരുത്. ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ സജ്ജരാകണം, ശക്തരാവണം. അതാണ് നമുക്ക് മാതാപിതാക്കളും മറ്റ് ആധ്യാത്മിക നേതാക്കളും നമ്മളെ സജ്ജരാക്കേണ്ടത്. ലഹരി ഒന്നിനും പരിഹാരമല്ലെന്നും ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് ശക്തരാകുകയാണ് നാം ചെയ്യേണ്ടതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നാം ഒരുങ്ങേണ്ടതുണ്ട്. ലഹരി ഉപയോഗം ജീവിതത്തിലെ പരാജയത്തിലേക്കും നാശങ്ങളുടെ തീരാക്കയത്തിലേക്കുള്ള യാത്രയാണ്. അതൊരിക്കലും നമ്മളെ അഭിവൃദ്ധിയിലേക്കോ നന്മയിലേക്കോ നയിക്കില്ല. അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ ആരോഗ്യകരമായി അഭിമുഖീകരിച്ച് വിജയത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് അണിചേരാം. ലഹരിയെപ്പറ്റി ധാരാളം മിഥ്യാധാരണകൾ യുവജനങ്ങളുടെ ഇടയിൽ പടരുന്നുണ്ട്. അത് ശക്തി നൽകുന്നതാണ്, ബലം നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, ആദി കുറയ്ക്കുന്നതാണ്, സമാധാനം നൽകുന്നതാണ്, ഓർമ്മശക്തി കൂട്ടും. ഇങ്ങനെ ധാരാളം മിഥ്യാധാരണകൾ ലഹരിയെക്കുറിച്ച് നിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് ഈ ധാരണകളൊക്കെ തെറ്റാണ്. ഇവയെല്ലാം തികച്ചും മിഥ്യാധാരണകളാണ്. ലഹരി ഒരിക്കലും ഒരു പ്രശ്നവും പരിഹരിക്കാൻ പ്രാപ്തി തരത്തില്ല. അത് നമ്മുടെ ഉള്ള സമാധാനം കെടുത്തുകയേ ഉള്ളൂ. ഉള്ള ശക്തിയെ ശോഷിപ്പിക്കുകയേ ഉള്ളൂ. സമാധാനം കെടുത്തുകയുള്ളൂ. നമ്മളെ മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരെയും സമാധാനം നഷ്ടപ്പെടുത്തും. അത് നമ്മളെ സമ്പന്നരാക്കിയില്ല, ദരിദ്രയാകത്തുള്ളൂ. അത് നമ്മളെ ആരോഗ്യം തരത്തില്ല, നമ്മളെ രോഗികളെയാക്കത്തുള്ളൂ. അത് നമ്മളെ ഒരിക്കലും ശ്രേഷ്ഠരോ മഹത്വമുള്ളവരോ ആക്കത്തില്ല. മറിച്ച് നമ്മളെ ബലഹീനരും ശക്തി കുറഞ്ഞവരും കഴിവില്ലാത്തവരുമാക്കേ ഉള്ളൂ. അത് നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകും. അത് നമ്മളെ മടിയന്മാരാക്കും. അത് നമ്മളെ പണമില്ലാത്തവരാക്കും. മാത്രമല്ല, അത് നമുക്ക് എങ്ങും പ്രശോഭിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി നമ്മളെ മാറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ അക്രമവാസനയുടെയും പുറകിൽ, നിയമലംഘനങ്ങളുടെ പുറകിൽ, മോഷണങ്ങളുടെയും കവർച്ചയുടെയും പുറകിൽ, കൊലപാതകത്തിൻ്റെയും ആത്മഹത്യയുടെയും പുറകിൽ, കുടുംബ തകർച്ചയുടെയും വിവാഹമോചനത്തിൻ്റെയും പുറകിൽ, എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും പുറകിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട്. ഇത് നിങ്ങളെ കുറ്റവാളിയാക്കും. ഇത് നിങ്ങളെ ജയിൽ പുള്ളിയാക്കും. ഒരുപക്ഷെ ബലാത്സംഗ വീരനോ അതുപോലെ തന്നെ ലൈംഗിക ഇരയോ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ ബലഹീനരും രോഗിയുമാക്കും. ഇത് നിങ്ങളെ ദരിദ്രനാക്കും. ഇത് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ജീവശവങ്ങളാക്കും. അതുകൊണ്ട് ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ ബോധം നമുക്കുണ്ടാകണം. അത് നമ്മളെ ഒരിക്കലും ശാക്തീകരിക്കാനോ ബലപ്പെടുത്താനോ നന്മയിലേക്ക് നയിക്കുവാനോ കഴിയുകയില്ല. മറിച്ച് ലഹരി ഉപയോഗം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും ചോർത്തിക്കളഞ്ഞ് നമ്മളൊരു ജീവശവമാക്കി ജീവിക്കുന്ന ഒരു കുടീരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവറിഞ്ഞ് ഈ ലഹരി വസ്തുക്കളെ കൊണ്ട് എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ നശിപ്പിക്കത്തില്ലെന്ന് നമുക്ക് സ്വയം പ്രതിജ്ഞയെടുക്കുവാൻ ഈ ദിനാചരണം നമ്മളെ സഹായിക്കട്ടെ. പലപ്പോഴും കുട്ടികൾ, മോശക്കാരായ കുട്ടികളല്ല ലഹരിക്ക് അടിമയാകുന്നത്. പലപ്പോഴും സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയാത്തവരും നോന്ന് പറയാനുള്ള പ്രാപ്തിയില്ലാത്തവരുമായ പാവം പിടിച്ച കുട്ടികളാണ് പലപ്പോഴും ലഹരിക്ക് അടിമയാകാറുള്ളത്. എല്ലാത്തിനും നോന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തെറ്റായ കാര്യങ്ങളോട്, നമുക്ക് ദോഷമുള്ള കാര്യങ്ങളോട് നോന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതിനുള്ള കഴിവ് നമുക്ക് വേണം. എല്ലാവരും പറയുന്നത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. എല്ലാവരെയും അനുസരിക്കേണ്ട ബാധ്യതയില്ല. നമുക്ക് നമ്മളായി തീരാം. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളായി തീരാം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നാശപ്പെടുത്തുന്ന കാര്യങ്ങളോട് നോന്ന് പറയാനുള്ള ആർജവമുള്ള ധൈര്യമുള്ളവരായിട്ട് തീരാം. എല്ലാത്തിനും യേസെന്ന് പറയുന്ന ഒരു ഭീരുവാണ്, അടിമകളാണ്.
നമ്മൾ അടിമകളാകാൻ വിളിക്കപ്പെട്ടവരല്ല, സ്വതന്ത്രരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഭീരുവാകാതെ ധീരരാകാം, അടിമകളാകാതെ സ്വതന്ത്രരാകാം, ബലഹീനരാകാതെ ശക്തരാകാം, വില്ലനാകാതെ ഹീറോ ആകാം. ശക്തമായ ലക്ഷ്യബോധമുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ലക്ഷ്യബോധം ഉണ്ടാവണം. ലക്ഷ്യബോധമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ കൈകളിലെ ബലിയാടാകുന്നത്. ധാർമ്മിക ബോധം നമുക്ക് വളർത്തിയെടുക്കണം. നമ്മളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളെ നാം സംരക്ഷിച്ചില്ലെങ്കിൽ മറ്റാര് സംരക്ഷിക്കും? നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നാശമുണ്ടാക്കാതെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നുള്ള ബോധം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കേണ്ടതാണ്. യുവജനങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാം. ആരോഗ്യകരമായ രീതിയിൽ ഷൈൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നിങ്ങളുടെ പഠന മികവ് കൊണ്ടോ, കായിക മികവ് കൊണ്ടോ, സർഗാത്മകത കൊണ്ടോ, വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം കൊണ്ടോ ആകട്ടെ. അതൊരിക്കലും നിങ്ങളുടെ തെറ്റായ പെരുമാറ്റങ്ങൾ കാണിച്ച് കുപ്രസിദ്ധരായി ആവരുത്. അത് നിങ്ങളെ ഒരിക്കലും പ്രഭാവത്തിലേക്കോ ഒരു പ്രകാശപൂർണമായ വ്യക്തിത്വത്തിലേക്കോ നയിക്കത്തില്ല. മറിച്ച് പല ബാഡ് ഹാബിറ്റ്സിനും നിങ്ങളെ അടിമകളാക്കും. അതുകൊണ്ട് സമൂഹം അംഗീകരിക്കുന്ന നിലയിൽ, ഈശ്വരൻ അംഗീകരിക്കുന്ന നിലയിൽ, കുടുംബം അംഗീകരിക്കുന്ന നിലയിൽ ആരോഗ്യകരമായി ഷൈൻ ചെയ്യുന്നവരായി തീരാം നമുക്ക്. ലഹരിക്കെതിരെ സ്വയം ജാഗരൂകരായാൽ മാത്രം പോരാ. നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈശ്വരൻ നമ്മളെ ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ കാവലാളായിട്ടൂടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അവരെയും സ്നേഹിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെയും തെറ്റിലേക്ക് നയിക്കുന്നവരായി തീരാൻ നമ്മൾ ഇടവരരുത്. മറിച്ച് ഒരാളെയെങ്കിലും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നീതിയിലേക്കും തിരിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. നമ്മുടെ കോളേജിലോ സ്കൂളിലോ ഉള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകുക വഴി ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനും നമ്മൾ മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരായി തീരുവാനും കഴിയും. നമ്മുടെ ജീവിതം കൊണ്ട് ചിലരെയെങ്കിലും ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരായി തീർന്നെങ്കിൽ അത് ജീവിതത്തിൽ വലിയൊരു സാഫല്യം അണിയാൻ പറ്റും. മാത്രമല്ല, ലഹരിയിൽ വീണ് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ അവർ നെഗറ്റീവായി സ്വാധീനിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാനും സഹായിക്കാനും നാം ശ്രമിക്കണം. ലഹരിയെ വെറുക്കുകയും ലഹരി ഉപയോഗിക്കുന്നവരോട് നമ്മൾ വെറുപ്പ് കാണിക്കാതെ ആ ബലഹീനരായ മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനും നമുക്ക് ബാധ്യതയുണ്ട്. ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനാചരണം നമ്മളെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനാചരണം ലഹരിക്കെതിരെ കനത്ത ഒരു നിലപാടെടുക്കുവാൻ നമ്മളെ സജ്ജരാക്കിയെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. തീർച്ചയായിട്ടും ലഹരിയുടെ വ്യാപനം വർദ്ധിക്കുന്ന ഈ ലോകത്ത് നമുക്ക് സ്വയം പ്രതിരോധം തീർത്ത് നമ്മളെ തന്നെ ലഹരിയുടെ അടിമകളാകാതിരിക്കാൻ സംരക്ഷിക്കാം. മാത്രമല്ല, സമൂഹത്തിന് അതിൻ്റെ വ്യാപനത്തിന് തടസ്സം നിന്നുകൊണ്ട് അത് മറ്റുള്ള മനുഷ്യരെ അതിൻ്റെ ഭീകരമായ താണ്ഡവത്തിൽ പെടാതെ സൂക്ഷിക്കുവാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം. ഗവൺമെൻറ് വ്യാപനത്തിനെതിരെ നടത്തുന്ന ശക്തമായ നീക്കങ്ങളിൽ ലഹരിയുടെ വ്യാപനത്തിന് സഹായിക്കുന്ന ആളുകളെ നമുക്കറിയാമെങ്കിൽ അത്തരം രഹസ്യ വിവരങ്ങൾ ഗവൺമെൻറ്റിന് കൈമാറുക വഴി ഇതിൻ്റെ വലിയ വ്യാപനവും അനേക ജീവിതങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നതിൽ നിന്നും നമുക്ക് അവരെ പിന്മാറ്റുവാനും അതിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനും കഴിയും. അങ്ങനെ ഒരു ജനകീയ പ്രതിരോധത്തിൽ കൂടെ സ്വയം വർജനം വഴി നമ്മൾ തന്നെ ഒരു പ്രതിരോധം തീർക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് വ്യാപനം തടയുകയും ഈ വസ്തുവിൻ്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കത്തക്കവണ്ണം അത്തരം രാജ്യവിരുദ്ധ ശക്തികളെക്കുറിച്ച് ഗവൺമെൻറ്റിനും അതിനുള്ള ഏജൻസികളെയും അറിയിക്കുക വഴിയും നമുക്ക് ഈ വലിയ വ്യാപനത്തിനും ഈ വലിയ അപകടത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാം. ഈ വലിയ പടചേരലിൽ നമുക്ക് പങ്കുകാരാകാം, അണിചേരാം. നിങ്ങളെ അതിനെ ആഹ്വാനം ചെയ്തുകൊള്ളും. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സ്വയം പ്രതിരോധം തീർക്കാനും എനിക്ക്
എൻ്റെ ജീവിതത്തെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വയം തീരുമാനമെടുക്കുവാനും ഈ ദിനാചരണം നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ. മാത്രമല്ല, എൻ്റെ കൂട്ടുത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം തടയുകയും വരും ദിവസങ്ങളിൽ വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്നതിലും നമ്മുടേതായ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഈ ദിനാചരണം നമ്മളെ സഹായിക്കട്ടെ. ഈശ്വരനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അനുഗ്രഹമുള്ള, നന്മയുള്ള, സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാം. ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് ദോഷമുള്ളതായി തീരുവാനോ ഈശ്വരൻ തന്ന വലിയ ജീവിതം നഷ്ടപ്പെടുത്തുവാനോ ഇടയാകാതിരിക്കട്ടെ. അതിനുവേണ്ടി ഒരു സമ്പന്നമായ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ഈ ദിനാചരണം നമ്മളെ സ്വയം സമർപ്പണത്തിന് സജ്ജരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജീവിതത്തിൽ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തവർ ലഹരി വസ്തുക്കൾ മൂലം വലിയ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അതിന് അടിമയായി തീരുകയും ചെയ്താൽ മതി. അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, എല്ലാറ്റിനും പുറമെ പോലീസ് കേസും കോടതിയും, ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെ കുടുംബാംഗങ്ങളായിരിക്കും. ഈ കുടുംബാംഗങ്ങൾക്ക് ലഹരി വസ്തുവിന് അടിമയായ ഒരാളെ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ലഹരി ഉപയോഗിക്കുന്ന ആളെ മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവനാണ് രക്ഷിക്കുന്നത്. നമസ്കാരം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, പ്രത്യേകിച്ചും അതിനോടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ അടിമത്തത്തിനെ പറ്റിയാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എങ്ങനെയുള്ള ആൾക്കാരാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യത കൂടുതൽ. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരു തവണ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തവണ മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അടിമപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ റെഗുലറായിട്ട് കുറച്ച് മാത്രം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് മാത്രം വലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും അടിമത്തം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഒരു തവണ ഉപയോഗിച്ചത് കൊണ്ട് ഒരാൾക്ക് അടിമത്തം ഉണ്ടാവണമെന്നുമില്ല. അതിനർത്ഥം ഒരു തവണ ഉപയോഗിച്ച് നോക്കണമെന്നുമല്ല. ഇവിടെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ജനതികമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ പാരമ്പര്യമായി ലഹരിയോട് അടിമത്തം ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാം എന്നാണ്. അതായത് പേരൻസിന്, രക്ഷകർത്താക്കൾക്ക് ലഹരിയോടുള്ള അടിമത്തം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഈ ലോകമെമ്പാടും ഒരുപാട് അഡോപ്ഷൻ സ്റ്റഡീസ്, ഫാമിലി സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അഡോപ്ഷൻ സ്റ്റഡീസ് എടുക്കുക. അഡോപ്ഷൻ സ്റ്റഡീസിൽ കണ്ടെത്തിയ ഒരു വസ്തുത എന്തെന്നാൽ, ബയോളജിക്കൽ പേരൻസിന് ലഹരിയോട് അടിമത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾ അവരുടെ ദത്തെടുക്കപ്പെടുന്ന ഫാമിലിയിൽ ആർക്കും തന്നെ ലഹരി ഉപയോഗം ഇല്ല എങ്കിൽ പോലും അവർക്ക് ലഹരിയോടുള്ള അടിമത്തം ഉണ്ടാവാൻ, അവരുപയോഗിക്കുകയാണ് എങ്കിൽ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫാമിലി മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിലെ അന്തരീക്ഷം മാത്രമല്ല, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെ മാത്രം നമുക്ക് അവിടെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ജനറ്റിക്കായിട്ടുള്ള ഫാക്ടേഴ്സും അതിലുണ്ട് എന്നാണ് തീർച്ചയായിട്ടും കാണിക്കുന്നത്. ഇനി മറ്റ് ഫാക്ടേഴ്സിലേക്ക് കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും രക്ഷകർത്താക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഡിവോഴ്സോ സെപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ ലൈംഗികമോ ആയിട്ടുള്ള പീഡനങ്ങൾ, അവയൊക്കെ തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയെ ബാധിക്കുകയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പോലത്തെ കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള റിസ്ക്കും കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്.
ഇനി മറ്റ് ഫാക്ടേഴ്സ് വരും. നമ്മൾ കൗമാരക്കാരിലേക്ക് വരുന്നു, അല്ലെങ്കിൽ യുവാക്കളിലേക്ക് വരുമ്പോൾ, അപ്പം നമുക്ക് തന്നെ അറിയാം മിക്ക ആൾക്കാരും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങുന്നില്ല, ട്രൈ ചെയ്തെങ്കിലും നോക്കുന്നത് കൗമാരപ്രായത്തിലോ, പ്രത്യേകിച്ച് ലേറ്റ് അഡോളസൻസ് യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയാം. ഓക്കെ, ഒരു 15 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളൊരു പ്രായം, ആ സമയത്താണ് മിക്കവരും തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്? ആ പ്രായത്തിൽ നമ്മളുടെ തലച്ചോറ് വളരുകയാണ്, നമ്മളുടെ വ്യക്തിത്വം പോലത്തെ കാര്യങ്ങളൊക്കെ വളരുകയാണ്. അപ്പോൾ അവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട്. തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് കൃത്യമായിട്ട് നടന്നെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ കൂട്ടുകാർ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ പിയർ പ്രഷർ എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരും പറയാം, ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എങ്ങനെ ആണാന്ന് പറയും, അല്ലെങ്കിൽ കള്ളു കുടിക്കാത്തവൻ എങ്ങനെ ആണാണെന്ന് പറയും. ഇപ്പം ലഹരി പദാർത്ഥങ്ങൾക്ക് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. എന്നിരുന്നാലും അത്തരത്തിലുള്ളൊരു ഫോഴ്സ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണ്ടേ, ഇതൊക്കെ ട്രൈ ചെയ്തില്ലേ പിന്നെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പിയർ പ്രഷർ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. അതായത് പുതുമയിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഇതൊക്കെ എന്താണിത്, അതിനാൽ ഇതിൻ്റെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്നൊരു ആകാംക്ഷ ആ പ്രായത്തിലുണ്ടാകുന്നത് കാണാം. അപ്പോൾ അവർക്കത് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം വരും. പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എടുത്തുചാട്ടം. ആ പ്രായത്തിൽ ഇമ്പൾസിവിറ്റി നമ്മൾ പറയാം. ആ പ്രായത്തിൽ നമ്മളൊക്കെ തന്നെ ചിന്തിച്ചാൽ ആ പ്രായത്തിൽ നമ്മൾ ഭയങ്കര ഇമ്പൾസീവായിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളുടെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും കൂടെ വരുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ അത് ട്രൈ ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അപ്പം ട്രൈ ചെയ്യുന്ന പലരും പെർസിസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മറ്റ് ഫാക്ടേഴ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വരും. അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ്, പ്രത്യേകിച്ചും വ്യക്തിത്വം വികസിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് എങ്ങനെയാണ് അത് വികസിക്കുന്നത്, നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഒരാൾ വളർന്നു വരുന്നു, അയാൾക്കൊരു പ്രശ്നം വരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടുമായിട്ടൊരു ബ്രേക്കപ്പോ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തൊരു സമയത്തേക്ക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് തിരിയാനുള്ള റിസ്ക്കും കൂടുതലാണ്. അപ്പം ഇവയൊക്കെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങാനോ അല്ലെങ്കിൽ തുടരാനോ ഉള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഇനി ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? പല രീതിയിൽ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് അതിനോട് അടിമത്തം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പം ഓരോ ലഹരി പദാർത്ഥങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവയുടെ രാസപ്രവർത്തനം തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പം ഞാൻ ഒരു കൃത്യമായിട്ടൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മൾ അഡിക്ഷൻ ഉണ്ടാവാറില്ല. അതായത് ഇപ്പം നമുക്കിഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ട് ഒരാൾക്ക് ഇഡലി ഇഷ്ടമാണെന്ന് വെച്ചു, അതിനോടൊരാൾക്ക് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഈ ലഹരി പദാർത്ഥം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനകത്തുള്ള ആക്റ്റീവ് കമ്പണൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഞ്ചാവ് എടുത്തു കഴിഞ്ഞാൽ THC എന്ന് പറയുന്നതാണ് അതിനകത്തെ ആക്റ്റീവ് കമ്പണൻറ്റ്. അതുപോലെ ഓരോ ആക്റ്റീവ് കമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എന്ത് തരത്തിലുള്ള രാസപ്രവർത്തനം, ശരീരത്തിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൽ എന്ത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ രാസപ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അത് പലതരത്തിലുള്ളതാണ് എങ്കിലും ഇൻ എഫക്റ്റിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തുള്ള ചില നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുമൂലം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു രാസവസ്തുവായിട്ടുള്ള ഡോപ്പമിൻ, അതിൻ്റെ പ്രൊഡക്ഷൻ അമിതമായ അളവിൽ കൂടുകയും ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു, എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു പ്രണയമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൻ്റെ മീഡിയേറ്റ് ചെയ്യുന്ന രാസപദാർത്ഥമാണ് ഡോപ്പമിൻ. നമ്മുടെ തലച്ചോറിൽ റിലീസ് ചെയ്യുക, അപ്പോൾ നമുക്കൊരു സന്തോഷം വരും. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന സന്തോഷം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ലഹരി പദാർത്ഥം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മദ്യം ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു, അത് കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സന്തോഷം ആ ഒരു മൊമെൻറ്റിൽ കൂടുതലായിട്ട് ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും കൂടുതൽ സന്തോഷം തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ ലഹരി സ്ഥിരമായിട്ട് ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ ഒരു ഗ്ലാസ് മദ്യം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സന്തോഷം കിട്ടുക. അപ്പം റെഗുലറായിട്ട് അവരെന്ത് പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം കിട്ടാനോ
എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് മദ്യം വെച്ച് ഉപയോഗിച്ചു എന്നിരിക്കട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ഗ്ലാസ് മദ്യത്തിൽ സെയിം എമൗണ്ട് ഓഫ് ഡോപ്പമിൻ അതേ അളവിൽ കിട്ടിയെന്ന് വരത്തില്ല. നമ്മളതിനെ ടോളറൻസ് എന്ന് പറയും. അതായത് ഒരു ഗ്ലാസ് മദ്യത്തിൽ അയാൾക്ക് സന്തോഷം കിട്ടുന്നില്ല, അയാൾ അതിനായിട്ട് കൂടുതൽ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ 2 ഗ്ലാസ് ആക്കും. അങ്ങനെ ക്രമാതീതമായിട്ട് അളവ് കൂടുതലായിട്ട് കൂടി വരുന്നു. അതായത് പതുക്കെ ഈ മദ്യം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു ലഹരിയും നമ്മുടെ ആ ഡോപ്പമിൻ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യും. ഡോപ്പമിൻ ഹൈജാക്ക് എന്ന് തന്നെയാണ് ഇതിനെ പറയുക. ആ ഹൈജാക്ക് ചെയ്യുന്നത് മൂലം കുറഞ്ഞ അളവിൽ ലഹരി കിട്ടാതാവുകയും ലഹരിയിൽ നിന്നുള്ള സന്തോഷം കിട്ടാതാവുകയും കൂടുതലായിട്ടുള്ള അളവിൽ സെയിം ആ ഒരു അതേ എഫക്റ്റ് കിട്ടാനായിട്ട് കൂടുതൽ അളവിൽ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരാൾ എത്തുന്നു. നമ്മളതിനെ ടോളറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം അതോടൊപ്പം തന്നെ മറ്റ് ചില ഫീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. വീണ്ടും ലഹരി ഉപയോഗിക്കണം എന്നൊരു ചിന്ത, നമ്മളതിനെ ഒരു ക്രേവിങ് എന്ന് പറയാം. നമുക്കൊരു വിശന്നിരിക്കുമ്പോൾ ഒരു ആഹാരം കഴിക്കാൻ ക്രേവിങ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ ലഹരി എടുക്കണം എന്നൊരു ക്രേവിങ് ഉണ്ടായി തുടങ്ങും. പിന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും സന്തോഷം കണ്ടെത്താതാവും. നമ്മൾ പറഞ്ഞു, ഒരു അച്ചീവ്മെൻറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലോ ഒന്നും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. ലഹരി ഉപയോഗിച്ചാലേ സന്തോഷം കിട്ടൂ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളുടെ ജോലിയോ നമ്മളുടെ റിലേഷൻഷിപ്സോ അല്ലെ നമ്മളുടെ മറ്റ് ആക്ടിവിറ്റീസോ എല്ലാം കളഞ്ഞിട്ട് കൂടുതലായിട്ട് ലഹരി തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അതാണ് ഡോപ്പമിൻ ഹൈജാക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ലഹരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചിട്ടാണ് ലഹരിയുടെ എഫക്ട്സ് വരുന്നത്. അത് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ മദ്യമാണ് എങ്കിൽ നമ്മുടെ തലച്ചോറിൽ അത് കുറച്ച് ഡിപ്രസീവ് CNS ഡിപ്രസൻ്റ് അല്ലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം വരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നു. നമ്മൾ എന്താ പറയുക, ഈ ഭയങ്കര മായിട്ട് ബാലൻസ് ഒക്കെ തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് മദ്യം ചെയ്യുന്നത് എങ്കിൽ. നമ്മൾ കഞ്ചാവ് ആണ് ഒരാൾ എടുക്കുന്നത് എങ്കിൽ അതിന് കുറച്ചുകൂടെ CNS സ്റ്റിമുലൻ്റ് എന്നൊരു ആക്ടിവിറ്റിയിലേക്കായിരിക്കും അത് എത്തുന്നത്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളാണ് എങ്കിൽ അത് നമ്മളുടെ തലച്ചോറിൽ കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയും, അതുവഴിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്, അതായത് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, നമ്മുടെ സെൻസേഷൻസ് ഒക്കെ വളരെ ഹൈറ്റൻഡ് ആയിട്ട് തോന്നുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ ആക്രമിക്കാൻ വരുന്ന പോലെയുള്ള ഫീലിങ്സ്, സംശയങ്ങൾ, അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു റിസ്ക്കും കൂടെയുണ്ട് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ. ഇനി മറ്റ് വസ്തുക്കളുടെ കാര്യത്തിലേക്ക് വരുന്നു. ഹാലൂസിനോജൻസ്, പ്രത്യേകിച്ചും ഈ മാജിക് മഷ്റൂം പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ LSD ഒക്കെ, അവയും ഇതുപോലെ സൈക്കോട്ടിക് ഹാലൂസിനേഷൻസ് ആണ്. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, കാണാത്ത കാഴ്ചകൾ കാണുക, അങ്ങനെ മായ കാഴ്ചകൾ കാണുക, അതൊക്കെയാണ് ഹാലൂസിനോജൻസ് ഉണ്ടാക്കുന്ന എഫക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങൾ നമുക്ക് പല രീതിയിലുണ്ട്. ഒന്നാമത്തെ കാര്യം അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ, അമിതമായ അളവിൽ ലഹരി എടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് എഗെയിൻ ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ച് ചെറിയ കൺഫ്യൂഷൻ മുതൽ മരണം വരെ ഉണ്ടായേക്കാവുന്ന സാഹചര്യമുണ്ട്. റീസെൻ്റ്ലി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ കേരളത്തിൽ എക്സൈസ് ലഹരി വേട്ട നടത്തിയപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. MDMAയുടെ പാക്കറ്റ് അത് ക്യാരി ചെയ്തിരുന്ന വ്യക്തി വിഴുങ്ങുകയും അത് ഉള്ളിൽ വെച്ച് പൊട്ടിയത് മൂലം അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പം അത്രയ്ക്ക് സിവിയറാണ്, മരണം വരെ ഉണ്ടാക്കിയേക്കാം. അതിപ്പം മദ്യമാണ് എങ്കിൽ പോലും അമിതമായ അളവിൽ എടുക്കുകയാണ് എങ്കിൽ ഒരു വ്യക്തി മരിക്കാനുള്ള റിസ്ക് കൂടുതലാണ്. അക്യൂട്ട് ഇൻടോക്സിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഒരാളെ ഇപ്പോൾ അയാളൊരു സൈക്കോട്ടിക് ഫീച്ചറിലാണ്, അതായത് ഹാലൂസിനേറ്റ് ചെയ്യുകയാണ്, ഇല്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു, ഭയന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് എങ്കിൽ സമാധാനമായി കാം ചെയ്യാൻ ശ്രമിക്കുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ലഹരി പദാർത്ഥങ്ങളുടെ മറ്റു പാർശ്വഫലങ്ങളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ലോങ് ടേം യൂസ് കൊണ്ടുള്ള അഡിക്ഷൻസ് വരികയാണെന്ന് വിചാരിച്ചു. ഒരു വ്യക്തിക്ക് നമ്മൾ അഡിക്ഷനെ പറ്റി സംസാരിച്ചു. അഡിക്ഷൻ എന്ന് അല്ലെങ്കിൽ അതിനോടുള്ള അടിമത്തം എന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് സംസാരിച്ചു. പ്രധാനമായിട്ടും
അങ്ങനെ അടിമത്തം ഉള്ള ഒരു വ്യക്തി റെഗുലറായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഒന്നരടമോ ഒക്കെ ലഹരി നിരന്തരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ അതിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഡോപമിൻ ഹൈജാക്ക് മൂലം അതിനോട് അടിമപ്പെടുകയാണ് എങ്കിൽ, അവർ 1-2 ദിവസത്തേക്ക് ഈ പറയുന്ന ലഹരി പദാർത്ഥം നിർത്തുകയാണ് എങ്കിൽ അതുമൂലം വിഡ്രോവൽ എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും എന്ത് തരത്തിലുള്ള വസ്തുവാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, മദ്യപിക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് അമിതമായ അളവിൽ മദ്യപിക്കുന്ന ഒരാൾ 2-3 ദിവസം മദ്യപിക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ കൈക്ക് വിറയൽ തൊട്ട് ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ ജന്നി പോലെയുള്ള സിറ്റുവേഷൻ, ഈവൻ മരണം വരെയും അത്തരത്തിലുള്ള കേസുകളിൽ സംഭവിക്കാവുന്നതാണ്. അത് മറ്റൊരു വിഡ്രോവൽ എഫക്ട്സ് എന്ന് നമ്മൾ പറയും. അതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പം കൊക്കെയിൻ പോലെയുള്ള വസ്തുക്കളാണ്, അല്ലെങ്കിൽ ഒപ്പിയോയിഡ്സ്, ഹെറോയിൻ പോലെയുള്ള വസ്തുക്കളൊക്കെയാണ് എങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അക്രമാസക്തരാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൂസ് മോഷൻ പോലത്തെ പ്രശ്നങ്ങൾ, അമിതമായിട്ട് വിയർക്കുക, വെപ്രാളം കാണിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള ലഹരിയാണ് എന്നുള്ളത് ഒരു ചികിത്സിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വിഡ്രോവൽ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ എന്ത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഇനി മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ട്, ഏത് തരത്തിലാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത്? ഇപ്പം വായിൽ കൂടെ ഓറലി എടുക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ എടുക്കുന്നു. ഇപ്പം മദ്യം തന്നെ എടുക്കുകയാണ് എങ്കിൽ ഈ മദ്യം നമ്മളുടെ വയറ്റിലെത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു മെറ്റബോളിസം നമ്മളുടെ കരളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കരളിന് അമിതമായ ലോഡ് വരികയും, നമുക്കറിയാം മദ്യപിക്കുന്നവർക്ക് ക്രോണിക് ലിവർ ഡിസീസ് തൊട്ട് ലിവർ സിറോസിസ് വരെ, ലിവറിന് ക്യാൻസർ വരെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് നമുക്കറിയാവുന്നതാണ്. അല്ലെ, പുകവലി എടുക്കുകയാണ്, നമ്മളത് ഇൻഹേൽ ചെയ്യുന്നു, നമ്മുടെ ശ്വാസകോശത്തിലെത്തുകയും അവിടെ ഇതിൻ്റെ മറ്റ് രാസപദാർത്ഥങ്ങൾ അടിയുകയും അതുമൂലം ലങ്സിന് അല്ലെ ശ്വാസകോശത്തിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ലങ് ക്യാൻസറിന് നമ്മൾ പുകവലി മൂലം ക്യാൻസർ ഉണ്ടാകുന്നു നമ്മൾ പറയുന്നു, നമ്മൾക്കറിയാം അത് ഓറൽ അല്ലെ ഓറൽ ഏരിയയിലുള്ള ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശം വരെയുള്ള ക്യാൻസർ ഉണ്ടാകാം. അല്ലാതെ തന്നെ ശ്വാസം മുട്ടൽ പോലെ കഠിനമായിട്ടുള്ള ശ്വാസതടസ്സവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇൻജെക്റ്റബിൾ ഡ്രഗ് യൂസ് ആണ് എങ്കിൽ, ഉദാഹരണത്തിന് ചില ആൾക്കാർ ഈ ഹെറോയിൻ പോലെയുള്ള വസ്തുക്കൾ പ്രത്യേകിച്ചും അവരത് മിക്സ് ചെയ്തിട്ട് അവർ ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കാറുള്ളത് വെയിൻസിൽ. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. അപ്പം ഇഞ്ചക്ഷൻ വരുമ്പോൾ ആദ്യമായിട്ട് ഈ ക്ലീൻ അല്ലാത്ത, വൃത്തിയില്ലാത്ത, സ്റ്റെറൈൽ അല്ലാത്ത നീഡിൽസ് അല്ലെ സിറിഞ്ചസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. 2 കാര്യങ്ങളാണ്. അപ്പോൾ വൃത്തിയില്ലാത്ത സ്റ്റെറൈൽ അല്ലാത്ത നീഡിൽസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് ഉപയോഗിക്കുന്നവരുടെ ഈ വെയിൻസൊക്കെ വന്നിട്ട് ബ്ലോക്ക് ആവുകയും പിന്നീട് ഒരു എമർജൻസിക്ക് നമുക്കൊരു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വെയിൻ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഭയാനകമായ കണ്ടീഷൻസൊക്കെ തന്നെ ഡോക്ടർമാർ പലപ്പോഴും കാണാറുണ്ട്. കടുത്ത ലഹരി ഉപയോഗമുള്ള ആൾക്കാരിൽ 2 കയ്യിൽ, കാലിൽ ഒക്കെ തന്നെ ഇത്തരത്തിൽ വെയിൻസ് മൊത്തം കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊരു കാര്യം. പിന്നെ നീഡിൽ ഷെയറിങ് പോലും HIV പോലെയുള്ള മാരക രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ അണ്ടറിലാണ് നമ്മൾ ഈ ഒപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറപ്പി, അതായത് ഈ ഹെറോയിൻ പോലെയുള്ള മാരകമായ ഒപ്പിയോയിഡ്സ് യൂസ് ചെയ്യുന്നവരുടെ ചികിത്സ പോലും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ എയ്ഡ്സ് പകരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഇപ്പോൾ വന്ന് നീഡിൽസ് ഷെയർ ചെയ്യുന്നത് മൂലം, അല്ലെ നീഡിൽസ് മാത്രമല്ല സിറിഞ്ച് ഷെയർ ചെയ്താൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മറ്റ് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എങ്കിൽ, നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇൻജെക്റ്റബിൾ ഡ്രഗ് യൂസ് വരുമ്പോഴത്തേന് ഇത്തരത്തിൽ ക്ലീൻ അല്ലാത്ത, സ്റ്റെറൈലായിട്ടല്ലാത്ത നീഡിൽസ് യൂസ് ചെയ്യുമ്പം ഉപയോഗിക്കുമ്പോഴത്തേന് അതുമൂലം രക്തത്തിൽ അണുബാധ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. രക്തത്തിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലർക്കാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് അല്ലെ തലച്ചോറിലൊക്കെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് മുതൽ പക്ഷാഘാതം വരെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ലഹരി ഉപയോഗിച്ചു അല്ലെ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ പോലും
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒറ്റ തവണ നീഡിൽ ഷെയർ ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ഒരു വ്യക്തിക്ക് HIV പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റ് സൈഡ് എഫക്ട്സുകളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേന് ഏത് തരത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാന കാര്യം കൊക്കെയിൻ പലപ്പോഴും കൊക്കെയിൻ അല്ലെങ്കിൽ MDMA ഒക്കെ പലപ്പോഴും ആൾക്കാർ സ്നിഫ് ചെയ്യാറുണ്ട്, മൂക്കിലൂടെ വലിച്ചെടുക്കാറുണ്ട്. കൊക്കെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അത് മൂക്കിലൂടെ വലിച്ചെടുക്കുന്നത് മൂലം മൂക്കിൻ്റെ ഉള്ളിലുള്ള ചർമ്മത്തിനെ അത് ബാധിക്കുകയും അവിടെ അൾസറുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇവിടെ ദ്വാരം വീണ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിനുള്ളിൽ ദ്വാരവും അൾസർ വളരെയധികം സ്പ്രെഡ് ചെയ്തിട്ട് അത് ദ്വാരം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ പാർശ്വഫലങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേന് അത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു, എന്ത് തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നു, അതിൻ്റെ മറ്റ് ലോങ് ടേം സൈഡ് എഫക്ട്സ് ഇവയൊക്കെ തന്നെ ഇതിനകത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റ് സൈഡ് എഫക്ട്സുകളെ പറ്റി പറയുകയാണെങ്കിൽ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആൽക്കഹോൾ ആണെങ്കിലും മദ്യമാണെങ്കിലും പുകവലിയാണെങ്കിലും മറ്റ് രാസപദാർത്ഥങ്ങൾ, അഡിക്ഷൻ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളല്ലാത്ത മറ്റ് രാസപദാർത്ഥങ്ങൾ വന്നിട്ട് രക്തക്കുഴലുകൾക്കൊക്കെ അടവുകളും അതുവഴി ഹൃദയാഘാതം, പക്ഷാഘാതം പോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ പല രീതിയിലുണ്ട്. അത് ഒറ്റത്തവണ ഉപയോഗം കൊണ്ടും ഉണ്ടാകാം, അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാകാം. അല്ലാതെ സ്ഥിരമായിട്ടുള്ള യൂസ് മൂലം അതിനോട് അടിമത്തം അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുന്നത് മൂലം ഉണ്ടാകാം. അതല്ല, അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, ആ വസ്തുവിലുള്ള, അത് ഏത് തരത്തിലുള്ള വസ്തു ഉപയോഗിക്കുന്നു, അതുമൂലമുള്ള മറ്റ് പ്രശ്നങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ചെറിയ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഈ കുരുന്നുകളെ ലഹരി വസ്തുക്കളുടെ വാഹകരായി ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു. ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കുട്ടികൾ ലഹരി വസ്തുക്കൾ പരീക്ഷിച്ചു നോക്കുവാനും ശ്രമിക്കും. അതവരെ ലഹരി വസ്തുക്കളുടെ അടിമകളാക്കി മാറ്റുന്നു. ഇങ്ങനെ തിരിച്ചറിവാകും മുമ്പേ ലഹരി വസ്തുക്കളുമായി ഇടപഴകുകയും അവ ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നത് എത്ര ദുഃഖകരമാണ്. മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും പലപ്പോഴും വളരെ വൈകിയിരിക്കും. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ലഹരിക്കും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനും എതിരെ നമുക്ക് കൈകോർക്കാം. നമസ്കാരം. ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത്? ലഹരിയിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഒത്തിരി പേരുടെ സംശയമാണ്. അതിനെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. പല കാരണങ്ങൾ കൊണ്ടാകാം ഒരു വ്യക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തുന്നത്. സ്വയം ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളും ഓൾറെഡി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തി തനിയെ നിർത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളുണ്ട്. അതല്ല, കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യയുടെയോ മക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് വേണ്ടി ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിന് ശേഷം, ഒരു ആക്സിഡൻറ്റിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന വ്യക്തി അതിനുശേഷം അവിടുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഹരിയുടെ മോചനത്തിനായിട്ട് വരുന്ന വ്യക്തികളുണ്ട്. അതല്ലെങ്കിൽ ബോധമില്ലാതെ വഴി കിടക്കുന്ന വ്യക്തികളെ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റുന്ന വ്യക്തികളുണ്ട്. ഭയങ്കര വയലൻ്റായിട്ട്, അഗ്രസീവായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പുറത്തെ വ്യക്തികളോട് പ്രശ്നമുണ്ടാക്കി പോലീസ് ഇടപെട്ട് വ്യക്തികളെ ആശുപത്രിയിൽ എത്തിച്ച് ഡി അഡിക്ഷന് വേണ്ടി കിടക്കുന്ന രോഗികളുമുണ്ട്. കാരണം എന്തു ആകട്ടെ, എന്ത് കാരണത്താൽ വന്നാലും ആ വ്യക്തിയുടെ വിമോചനത്തിന്, ആ അഡിക്ഷനിൽ നിന്ന് പുറത്ത് നേടാനുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചികിത്സ എന്നുള്ളതിനെ പറ്റി ഒരല്പം വിശദീകരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്.
ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഈ വ്യക്തിയെ കാണുമ്പോൾ ഡോക്ടർ നോക്കുന്നത്. ഉദാഹരണത്തിന് ഭയങ്കര വയലൻ്റ് ആയിട്ട് ഒത്തിരി പേരോട് അഗ്രസീവായിട്ട് അടിക്കും പിടിയും ഒക്കെ കഴിഞ്ഞ് വരുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ആ വ്യക്തിയുടെ അമിതമായിട്ടുള്ള അഗ്രഷൻ, ആ വയലൻ്റ് നേച്ചർ ഒന്ന് ശാന്തമാക്കാനുള്ള മരുന്ന് ആദ്യം കൊടുത്തേ പറ്റുകയുള്ളൂ. പിന്നീട് ആ വ്യക്തിക്ക് ആ അടിയിലോ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഒരു ബോധം കെട്ട് അബോധാവസ്ഥയിലാണ് വന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, തലയിൽ എന്തെങ്കിലും മുറിവുണ്ടായി അകത്ത് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു തലയുടെ സ്കാൻ എടുത്ത് അത്തരം ബ്ലീഡിങ്ങുകളോ മറ്റു മുറിവുകളോ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും. അതുപോലെ ശരീരത്തിന് ഏതെങ്കിലും എല്ലുകൾക്ക് എന്തെങ്കിലും ഒടിവുകളോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാറുണ്ട്. അതല്ല ലഹരി ഉപയോഗത്തിലൂടെ ഫിറ്റ്സ് വന്ന് അപസ്മാരം വന്നാണ് വ്യക്തിയെ കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യം ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള അപസ്മാരത്തിനുള്ള മരുന്നായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതല്ല ഒരു ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ലഹരിയുടെ പുറത്ത് ആത്മഹത്യ ശ്രമം നടത്തിയൊരു വ്യക്തിയാണെങ്കിൽ ആ കഴിച്ച വിഷം അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഇതേപോലെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോക്കി അതിനൊരു പരിഹാരം നമ്മൾ ആദ്യം കാണും. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഏതൊരു ലഹരിയാണെങ്കിലും ആ ലഹരിയുടെ ഇൻടോക്സിക്കേഷൻ ഫേസ്, ആ ലഹരി അമിതമായിട്ട് എടുത്തിട്ടാണ് വന്നതെങ്കിൽ ആ ലഹരിയുടെ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ അമിതമായ ശരീരത്തിലെ ബ്ലഡ് ആ ലഹരി ഉണ്ടായിട്ട് അത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മോചിപ്പിക്കുന്നതിനാവശ്യമായ ചികിത്സയായിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ലഹരി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിർത്തുന്നത് മൂലം ഉണ്ടാകാവുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുന്നതിന് മുൻപ് തന്നെ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ഈ സമയത്ത് മിക്കവാറും ആദ്യത്തെ ഒരാഴ്ച ഇതേപോലെ ഇൻടോക്സിക്കേഷനും ഇതുപോലെ വിഡ്രോവൽ അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കുകയും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരാകാൻ അവരെ സഹായിക്കുന്ന ചികിത്സയുമാണ് ആദ്യത്തെ ഒരാഴ്ച മിക്ക കേന്ദ്രങ്ങളിലും നടക്കുന്നത്. ഇതേ സമയം തന്നെ ആ വ്യക്തിയുടെ പരിശോധന, ശാരീരിക പരിശോധന കൂടി നമ്മൾ നടത്തും. ബ്ലഡ് ടെസ്റ്റിനൊക്കെ അയക്കും. അതേപോലെ മറ്റെന്തെങ്കിലും ലഹരി, നമ്മളോട് പറയാത്ത മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗം ഉണ്ടോ എന്നറിയാം മിക്ക വ്യക്തികൾക്കും നമ്മൾ ഡ്രഗിൻ്റെ സ്ക്രീനിങ് കൂടി ഈ സമയത്ത് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് മദ്യമല്ലാതെ മറ്റ് ലഹരി നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവോ MDMA ഒപ്പിയോടോ എന്തെങ്കിലും മറ്റ് ലഹരികൾ കൂടി ശരീരത്തിൽ അംശമുണ്ടോ എന്നറിയാൻ ആ വ്യക്തിയുടെ നമ്മൾ യൂറിൻ എടുത്ത് പരിശോധിക്കുകയും മറ്റെന്തെങ്കിലും ലഹരി ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അത് ചികിത്സയ്ക്ക് അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ECG എടുത്ത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥ എന്താണ്, ലിവറിൻ്റെ കണ്ടീഷൻ എന്താണ്, മറ്റ് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പം സിറോസിസ് പോലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോ സർജൻ്റെയും മെഡിക്കൽ ഗ്യാസ്ട്രോയുടെ ഹെൽപ്പ് നമ്മൾ അല്ലെങ്കിൽ തേടും. അതുപോലെ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിന്, അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളത് ന്യൂറോളജിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. അവിടുത്തെ ഡോക്ടറുകളെ ഹെൽപ്പ് തേടിയുമുണ്ട്. അപ്പോൾ അതേപോലെ ആ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ചികിത്സിക്കാൻ സൗകര്യമുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് മിക്ക DHS സെൻ്ററുകളിലും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിലും ചെയ്തു വരുന്നത്. അപ്പം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മിക്ക കേന്ദ്രങ്ങളിലും നമ്മൾ ചെയ്യുന്നത്. ഇതിനുശേഷം ഒരാഴ്ച അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളും പരിഹരിച്ച് ആ ഇൻടോക്സിക്കേഷനെയും വിഡ്രോവലിനെയും കാര്യങ്ങൾ ചികിത്സിച്ചതിന് ശേഷമാണ് നമ്മൾ പതുക്കെ പ്രോപ്പറായിട്ടുള്ളൊരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നമ്മൾ വ്യക്തിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും ഫാമിലിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും എന്നിട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് വ്യക്തി ലഹരിയിലേക്ക് പോയത്, എത്ര അളവിൽ കഴിക്കുന്നുണ്ട്, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇത് കഴിക്കാൻ, അല്ലെങ്കിൽ ഇത് കാരണം ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് മോചിതരാകാൻ കഴിയാതെ തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നു. ഈ ട്രീറ്റ്മെൻറ്റിൽ മരുന്ന് ചികിത്സയും ഉണ്ട്, കൗൺസിലിംഗ് സെഷൻസും ഉണ്ട്. മരുന്ന് ചികിത്സയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? മരുന്ന് ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ഈ
ലഹരി, അത് ഏത് ലഹരിയാണോ ആ ലഹരിക്കനുസരിച്ച് മരുന്നുകൾ മാറും. ആ ലഹരിയോട് ആസക്തി വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനോടുള്ള ക്രേവിങ്, ആഗ്രഹം വരാതിരിക്കാനുള്ള മരുന്നുകളുണ്ട്. അത് ഓരോ ലഹരിക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഏത് ലഹരിയാണോ ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിട്ട് അതിനോടുള്ള ആഗ്രഹം കുറയ്ക്കുന്ന മരുന്നുകൾ നമ്മൾ ആ വ്യക്തിക്ക് തുടങ്ങാനായിട്ട് ഇടയാവും. ഇതോടൊപ്പം തന്നെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി ലഹരി ഉപയോഗിക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്, ഒരു വിഷാദത്തിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, അതോ പാനിക് അറ്റാക്ക്, അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി, ഒരു ധൈര്യം കിട്ടാൻ, 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തതിന് ഇതൊരു മദ്യത്തെ ഒരു മരുന്നായിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരീനെ ഒരു ആൻസൈറ്റി, ഉത്കണ്ഠ കുറയ്ക്കാനുള്ളൊരു മരുന്നായിട്ട് എടുത്തിരുന്ന വ്യക്തിയാണോ, ഉറക്കമില്ലാത്തത് കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണോ, അങ്ങനെ, അല്ലെങ്കിൽ ADHD എന്നുള്ള അറ്റൻഷൻ്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും പ്രശ്നമുള്ളൊരു വ്യക്തി, അത് കാരണം ലഹരി ഉപയോഗത്തിലേക്ക് പോയൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ആങ്ഷ്യസ്, അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള പേഴ്സണാലിറ്റി, ക്ലസ്റ്റർ C പേഴ്സണാലിറ്റി എന്ന് പറയും. അത്തരത്തിലുള്ള എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് ലഹരി ഉപയോഗത്തിലേക്ക് പോയ വ്യക്തിയാണോ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അതിനും കൂടിയുള്ള ചികിത്സ കൊടുക്കും. കാര്യം ലഹരി ഉപയോഗം മാത്രത്തിന് നമ്മൾ ചികിത്സ കൊടുത്തിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണ് പിന്നീട് ഇതേ കാരണങ്ങൾ വരുമ്പോൾ വീണ്ടും ലഹരി ഉപയോഗത്തിലേക്ക് വരാനായിട്ട് ഇടവരും. അപ്പോൾ പൂർണ്ണമായിട്ട് ചികിത്സ സക്സസ് ആണെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ ഇതുപോലെ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അതിനും കൂടി ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മരുന്ന് ചികിത്സ മാത്രമല്ല ഇവിടെ, മരുന്ന് ചികിത്സയുടെ ഒപ്പം തന്നെ കൗൺസിലിംഗ് അഥവാ സൈക്കോ തെറാപ്പി കൂടി ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ലഹരി ഉപയോഗത്തിന് പ്രധാനമായിട്ടും MET, മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്നറിയപ്പെടുന്ന തെറാപ്പിയാണ് പേഷ്യൻസിന് ചെയ്യുന്നത്. ചില വ്യക്തികൾക്ക് മറ്റു ചില തെറാപ്പികൾ കൂടി ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള തെറാപ്പി സെഷൻസിലൂടെ ഇവരുടെ കാര്യങ്ങൾ കണ്ടെത്തി ഇവരുടെ മോട്ടിവേഷനും അതിന് അവരെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന തെറാപ്പികളാണ് MET. ഇതോടൊപ്പം തന്നെ അവരുടെ ലൈഫ് സ്കിൽ ട്രെയിനുകൾ. ചില വ്യക്തികൾക്ക് ഇത് ദോഷമാണെന്നറിയാം, എന്നാലും അത് നിർത്താൻ കഴിയുകയില്ല. കാര്യം കൂട്ടുകാർ വിളിക്കുമ്പോൾ അവരോട് നോ പറയാൻ പറ്റുന്നില്ല, അവരെന്ത് വിചാരിക്കും, അവർ പിണങ്ങുമോ, അത് ഹെൽത്തിയർ വേയിൽ നോ പറയാനുള്ള സ്കില്ലില്ലാത്ത വ്യക്തികൾ ഒത്തിരി ഇതിൻ്റെ ഉപയോഗം നിർത്തിയാലും പിന്നീട് വീണ്ടും ഇത് ഉപയോഗിച്ച് തുടങ്ങും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലൈഫ് സ്കിൽസിൻ്റെ പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ ഹൗ ടു സേ നോ ഇൻ എ ഹെൽത്തിയർ വേ എന്നുള്ള രീതിയിൽ അസേർട്ടീവ് സ്കിൽസ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊക്കെ അറിയപ്പെടുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. അത് ഓരോ ഡ്രഗിനും ഉണ്ട്. നിക്കോട്ടിൻ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട്, മറ്റ് ഡ്രഗ്സിൻ്റെ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ ലഹരി ഉപയോഗിച്ച് നിർത്തിയതിന് ശേഷം ഉള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ. ഇവർ ഒരുമിച്ച് ഒത്തുകൂടുകയും ഇവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റു വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അനോണിമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. മിക്ക ആശുപത്രികളിലും പ്രത്യേകിച്ച് ഡീഅഡിക്ഷൻ സെൻ്ററുകളിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരെ പരിചയപ്പെടുത്തുകയും അവരെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ ശേഷവും ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാനും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കും അതിനൊരു പ്രോത്സാഹനം ലഭിക്കുകയും ഒരു 10 പേരുടെ മുമ്പിൽ എണീറ്റ് ഞാനിനി ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർക്ക് അതൊരു മോട്ടിവേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പരസ്പരം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹെൽപ്പ്, സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ല, അവർ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നു പരസ്പരം അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഒരു അപ്പുറത്തൊരാളെന്നുള്ള രീതിയിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ തെറാപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും പേഷ്യൻറ്റിന് മാത്രമല്ല, പേഷ്യൻ്റെ കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്തും. ഇപ്പോൾ പാർട്ട്ണർക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, അതേപോലെ തന്നെ മക്കൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഭാര്യനെ ഉപദ്രവിക്കുന്ന, ഇതിന് ലഹരിയുടെ പുറത്ത് ഉപദ്രവിക്കുന്ന, സംശയിക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ പഠിത്തത്തെ ബാധിക്കുന്ന, അവരെ പഠിക്കാൻ സമ്മതിക്കാതെ, അപ്പം മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പങ്കാളികളും മക്കളും ഒക്കെ കാണും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കാണും. അവരുടെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും അവർക്ക് മെഡിസിൻ്റെ ആവശ്യമുള്ളവർക്ക് മെഡിസിൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി അവരെ പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നീട് ഇതിന് നിർത്തിയ ശേഷം പിന്നീട് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യണം, ചെയ്തുകൂടാ എന്നുള്ളതിനെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മൾ എല്ലാ മരുന്നും, അപ്പോൾ തുടക്ക സമയത്ത് ഇഞ്ചക്ഷനും ട്രിപ്പ് വഴി IV ഫ്ലൂയിഡൊക്കെ വഴി മരുന്നുകളും വൈറ്റമിൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഡിസ്ചാർജിന് സമയത്ത് അത്രയും മരുന്നുകൾ ഉണ്ടായിരിക്കില്ല. ക്രേവിങ്ങിനെ സഹായിക്കുന്ന ഒരു മരുന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ADHDയോ ബൈപ്പോളാറോ ഡിപ്രഷനോ ഉണ്ടെങ്കിൽ
മരുന്ന് മാത്രമേ കാണുകയുള്ളൂ. വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഈ ഡിപ്പെൻഡൻസ് എന്നുള്ള അല്ലെങ്കിൽ അഡിക്ഷൻ്റെ അസുഖം മാത്രമേ ഉള്ളെങ്കിൽ മിക്കവർക്കും ഒരു 6 മാസത്തെ മരുന്ന് ചികിത്സയുടെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റു കാരണങ്ങളുള്ളവർക്ക് ചിലപ്പോൾ 6 മാസത്തിലധികം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ശാരീരിക സിറോസിസിൻ്റെ തുടക്കമുണ്ട്, ഫാറ്റി ലിവറിൻ്റെ തുടക്കമുണ്ട്, പാൻക്രിയാറ്റൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ന്യൂറോ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചികിത്സയുടെ കാര്യങ്ങളും ഇതിന് ഡിസ്ചാർജ് ആയ ശേഷവും നമ്മൾ അവരോട് തുടർന്ന് കാണണമെന്നുള്ളതും അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള കാര്യവും നമ്മൾ പറയും. ഇങ്ങനെ ഒത്തിരി ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ് ഏതൊരു ഡ്രഗിൻ്റെയും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാ ടീമും ഉള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം. സൈക്യാട്രിയിൽ തന്നെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കറിൻ്റെയും ഒക്കെ റോള് വരുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് പോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരിടത്ത് നിങ്ങൾ ചികിത്സ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതോടൊപ്പം തന്നെ മറ്റു ഡോക്ടേഴ്സിൻ്റെയും കൂടെ ഒരു ഹെൽപ്പ്, ന്യൂറോ ഡോക്ടറോ മെഡിസിൻ്റെ ഫിസിഷ്യനോ ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടറോ ഒക്കെ ഉള്ള ഒരു സെൻ്ററാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒത്തിരി ശാരീരികമായിട്ടുള്ള കോംപ്ലിക്കേഷൻസോടെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആകുവാനും എല്ലാ ഏരിയാസും കവർ ചെയ്യാനും ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം എന്നുള്ളതാണ് മറ്റു പലർക്കുമുള്ള സംശയം. തീർച്ചയായിട്ടും ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാം. എന്നാൽ ശാരീരിക അസ്വസ്ഥതകളെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ ലഹരിക്കും പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത്. ഒരേ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നിലധികം ലഹരികൾ കാരണവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എല്ലാം കൂടി ചുരുക്കി പറയുന്ന പ്രയാസമാണെങ്കിലും എല്ലാത്തിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് മദ്യം എടുക്കാം. മദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? കരളിനെ ബാധിക്കുന്നു എന്നുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ മദ്യം ശരീരത്തെ ബാധിക്കാത്തതായിട്ടുള്ള ഒരു അവയവങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ഉൾപ്പെടെ ബ്രെയിൻ ഉൾപ്പെടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷമാണ് ശരിക്കും മദ്യം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? തലച്ചോറിനെ ബാധിക്കും. തലച്ചോറിനെ ബാധിക്കുമ്പം ശ്രദ്ധയെ ബാധിക്കാം, ഓർമ്മക്കുറവിനെ ബാധിക്കും. തലച്ചോറിന് ചെറിയ ചുരുക്കം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇത് പിന്നീട് മറവി രോഗത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാവുന്നതാണ്. ഈ ബ്രെയിൻ ഉണ്ടാകുന്ന ചേഞ്ചസ് ലഹരി നിർത്തിയാൽ പോലും തിരിച്ചു വരാത്ത രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ചേഞ്ചസ് ആണ് ബ്രെയിനിൽ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല. പിന്നീട് ഒത്തിരി സിവിയർ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കൈവിട്ട് പോയതിന് ശേഷമാണ് ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസ് പലരും തിരിച്ചറിയുന്നതായിട്ട് ഇടവരുന്നത്. പിന്നെ ഉറക്കക്കുറവ് ബ്രെയിനിൻ്റെ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാരണമാണ്. പിന്നെ വെർണിക്സ് എൻസെഫലോപ്പതി എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് തൈമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ബ്രെയിനിലെ ഒരു ഏരിയ, മാമിലറി ബോഡി എന്നറിയപ്പെടുന്ന ബ്രെയിനിലെ ഒരു ഏരിയൽ ഡാമേജ് വരുന്നത് മൂലം അവർക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. അവർ കാഴ്ചയെ ബാധിക്കുന്നു, പെട്ടെന്ന് അവരുടെ നടത്തത്തിലെ ബാധിക്കുന്നു. പെട്ടെന്ന് ലഹരി ഉപയോഗിച്ച വ്യക്തി പെട്ടെന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, അവരുടെ കാഴ്ചയെ ബാധിക്കുക, രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ കാഴ്ച കുറയുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിലെ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സിവിയർ ആയിട്ടുള്ള വെർണിക്സ് എൻസെഫലോപ്പതി എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കൊർസാക്കോ സൈക്കോസിസ് എന്നറിയപ്പെടുന്ന മറ്റ് ഭീകരമായ കണ്ടീഷനിലേക്ക് എത്താനും സാധ്യതയുണ്ട്. പിന്നെ ഇതേപോലെ എല്ലാ അവയവങ്ങളെ ബാധിക്കുന്ന ലിവറിനെ ബാധിക്കുന്നുണ്ട്. ലിവറിനെ ബാധിക്കുമ്പോൾ തുടക്കത്തിൽ അത് ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസും പിന്നീട് നമ്മൾ അത് നിർത്തിയില്ല, തുടർന്ന് ഉപയോഗിച്ച് പോവുകയാണ്, ചികിത്സ എടുത്തില്ലെങ്കിൽ സിറോസിസ് എന്നറിയപ്പെടുന്ന സിവിയർ ആയിട്ടുള്ള കണ്ടീഷനും ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ എന്നറിയപ്പെടുന്ന ലിവറിൻ്റെ ക്യാൻസറിലേക്കും വരെ അത് നീങ്ങാം. അപ്പോൾ ഇതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം ഛർദ്ദിക്കാം, മഞ്ഞപ്പിത്തം ഉണ്ടാകാം, മലത്തിലൂടെ രക്തം കടന്നു പോവാം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ. പിന്നീട് സിവിയർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന കണ്ടീഷനോടെ ഉണ്ടാകുന്നതുകൊണ്ട് വയറ് വീർക്കുക, കാലിൽ നീര് വെക്കുക തുടങ്ങിയ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകുക. പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുമ്പം ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്നറിയപ്പെടുന്ന ബ്രെയിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷനിലേക്കും കൂടെ ഇത് പോകാനായിട്ട് ഇടവരും. പിന്നീട് വയറിന് വേദന വരാം, വയറുവേദന, ഛർദ്ദിക്കാൻ വരിക, അസഹനീയമായ വേദനയൊക്കെ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന പാൻക്രിയാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മദ്യം കാരണം വരുന്നത് മൂലവും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഹാർട്ടിനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹാർട്ടിനെ ബാധിക്കും. അരിത്മിയാസ് ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതായത് ഹാർട്ടിൻ്റെ താളത്തിലുണ്ടാകുന്ന പിഴവുകൾ, അതേപോലെ ഡയലേറ്റഡ് മയോപ്പതി, കാർഡിയോ മയോപ്പതി എന്നറിയപ്പെടുന്ന ഹാർട്ട് വികസിച്ചിട്ട്
വേണ്ട രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്തത് മൂലം ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും ഇത് മദ്യം നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കിഡ്നീനെ ബാധിക്കാം, ലൈംഗിക അവയവങ്ങളെ ബാധിച്ച ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് മൂലം വരാം. പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന മൂലം ന്യൂറോപ്പതി, മിക്സഡ് ന്യൂറോപ്പതിയാണ് പ്രധാനമായിട്ടും. അത് കൈക്കും കാലിനും തെരുപ്പ്, പെരുപ്പ്, സൂചി കുത്തുന്ന പോലെ തോന്നുന്ന അസഹനീയമായ വേദന കാരണം ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ, ഇത്തരത്തിലുള്ള കണ്ടീഷനും മദ്യം ഉപയോഗിക്കുന്ന മൂലം വരുന്നുണ്ട്. അത് ത്വക്കിനെ ബാധിക്കുക, സോറിയാസിസ് പോലെയുള്ള അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുന്ന മൂലം ഇന്ന് വഷളാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ പുകയില ഉൽപ്പന്നങ്ങൾ, ഇപ്പം നിക്കോട്ടിൻ്റെ, ഇപ്പം ഒരു സിഗരറ്റ് ബീഡി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നിക്കോട്ടിൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, ആ സിഗരറ്റും ബീഡിക്കകത്ത് നിക്കോട്ടിനോട് കൂടെ തന്നെയുള്ള മെർക്കുറി, ടാറ് പോലെയുള്ള കൂടുതൽ വിഷങ്ങളും ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസതടസ്സങ്ങൾ, COPD എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഓക്സിജൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രം ശ്വസിക്കാൻ കഴിയും, പെട്ടെന്ന് മരണം വിളിച്ചു വരുത്തുന്നതായിട്ടും ക്യാൻസറിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ മദ്യമാണെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരീരത്തിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ലിവറിനെ മാത്രമല്ല, അന്നനാളം, വായു സംബന്ധമായിട്ട്, വൈറസ് സംബന്ധമായിട്ട്, ശ്വാസകോശ സംബന്ധമായിട്ടൊക്കെയുള്ള ക്യാൻസറുകൾ വരുത്താനും ഇത്തരം ലഹരികൾക്ക് പറ്റും. ഇനി പുതിയ ലഹരികളായിട്ടുള്ളതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റിമുലൻ്റ് എന്ന് പറയുമ്പോൾ ഉത്തേജന മരുന്നുകൾ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ മെത്ത്, MDMA, കൊക്കെയിനൊക്കെ വരും. ഇവ ഉപയോഗിക്കുന്ന മൂലം എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തെ ബാധിക്കും, ഉറക്കം കുറയും, വിശപ്പ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് ഇപ്പം MDMAയുടെ കേസിലൊക്കെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ റാബ്ഡോമയോലൈസിസ് എന്നറിയപ്പെടുന്ന മസിലൊക്കെ പ്രോട്ടീനൊക്കെ ഡാമേജ് വന്നിട്ട് മയോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീന് കിഡ്നീനെ ബാധിക്കുകയും കിഡ്നി ഡാമേജിലേക്ക് പോവുകയും ചെയ്യും. സ്ട്രോക്ക് വരുത്താനായിട്ട്, സ്ട്രോക്ക് പെട്ടെന്ന് ശരീരം തളർന്നു പോവുകയും ബലക്കുറവ് അനുഭവപ്പെടുകയും പക്ഷാഘാതത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഹൈപ്പർ തെർമിയ, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന കണ്ടീഷൻ, ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ലഹരിക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മെത്ത് മൗത്ത് എന്നറിയപ്പെടുന്ന കണ്ടീഷൻ, പല്ലുകളും മോണ സംബന്ധവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല്ല് ദ്രവിച്ചു പോവുക, പല്ലിൽ കറ വരിക, പൊടിയുക, മോണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശപ്പ് കൂടുതലായിരിക്കും, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുക. പാൽപിറ്റേഷൻ, ഉത്കണ്ഠപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാനിക് അറ്റാക്ക്, പെട്ടെന്ന് മരിക്കാൻ പോവുകയാണ്, ഹാർട്ടിന് റേറ്റ് നിൽക്കാൻ പോവുകയാണ്, ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള പാനിക് അറ്റാക്കുകൾ, അസഹനീയമായ തലവേദനകളും തലകറക്കങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ലഹരിക്കും ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പറയാനാണെങ്കിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ പറയാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥതകളും കാരണം പലപ്പോഴും മറ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ ലഹരി ഉപയോഗം കാരണമാണ് ഇതുണ്ടായതെന്നും അത് നിർത്തണമെന്നുള്ളതും ഇവർ മനസ്സിലാക്കുന്നത്. പലപ്പോഴും അപ്പോഴേക്കും ഇത് നിർത്താൻ കഴിയാത്തൊരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം നിർത്തുക. ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് തനിയെ പറ്റും നിങ്ങൾ ചികിത്സ എടുത്ത് അത് നിർത്തുക. അതോടൊപ്പമുള്ള ശാരീരിക അസ്വസ്ഥതകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പം ഉദാഹരണത്തിന് മദ്യം ഉപയോഗിച്ചുകൊണ്ട് സിറോസിസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യം ഉപയോഗം നിർത്തിയാൽ മാത്രം പോരാ, ലിവർ സംബന്ധമായിട്ടുള്ള ഡോക്ടറെയും കണ്ടിട്ട് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥതകൾക്കും അല്ലെങ്കിൽ ഏത് അവയവത്തെ ബാധിച്ചു എന്നുള്ള അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും പൂർണ്ണമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ.